ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം 2005 ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകർന്ന വനിത ആരാ? അരുണ റോയ്. അരുണ റോയിയാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകർന്ന വനിത. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടന ഏതാ? MKSS. MKSSന്റെ ഫുൾ എന്താ? മസ്ദൂർ കിസാൻ ശക്തൻ സംഘടൻ. ഓക്കെ. MKSSന്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? രാജസ്ഥാനായിരുന്നു. ദേശീയ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം PYQ ക്വസ്റ്റ്യൻ ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ദേശീയ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം. അടുത്ത പോയിന്റിലേക്ക് പോവാം. ദേശീയ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. മൻമോഹൻ സിംഗ് ആയിരുന്നു ദേശീയ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി PYQ ക്വസ്റ്റ്യൻ APJ അബ്ദുൽ കലാം ആയിരുന്നു. APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. ദേശീയ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാ? APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസാക്കിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം സുഡാൻ. ഓക്കെ. വിവരാവകാശ നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം സുഡാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാ? തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. പിന്നെ വിവരാവകാശ നിയമം 2005 എത്ര അധ്യായങ്ങളുണ്ടെന്നറിയോ? 6 അധ്യായങ്ങൾ, 31 സെക്ഷനുകൾ, 2 ഷെഡ്യൂളുകളാണുള്ളത്. അത് നമ്മൾ പറഞ്ഞു 6 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 6 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ അധ്യായം പ്രിലിമിനറി. എല്ലാ നിയമം പോലെ തന്നെ പ്രിലിമിനറി. ഒന്നാമത്തെ ചാപ്റ്റർ പ്രിലിമിനറി. രണ്ടാമത്തെ ചാപ്റ്റർ റൈറ്റ് ടു ഇൻഫർമേഷൻ. മൂന്നാമത്തെ ചാപ്റ്റർ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നാലാമത്തെ ചാപ്റ്റർ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ. അഞ്ചാമത്തെ ചാപ്റ്റർ അപ്പീൽ ആൻഡ് പെനാൽറ്റി. അഞ്ചാമത്തത് അപ്പീൽ ആൻഡ് പെനാൽറ്റി. ആറാമത്തത് വിവിധ വ്യവസ്ഥകൾ. ഓക്കെ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരം എന്നത് എന്താണ്? ഒരു പൊതു അധികാരിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഭൗതികമോ ഡിജിറ്റലോ ആയ വിവരങ്ങളും വസ്തുക്കളും സാമ്പിളും മറ്റെന്തെങ്കിലും നിയമത്തിൽ കീഴിൽ ഒരു പൊതു അധികാര സ്ഥാപനത്തിനെ പ്രാപ്യമാക്കുമ്പോൾ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് 2F. സെക്ഷൻ 2F പ്രകാരം വിവരം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കും. അത് എന്തൊക്കെയുണ്ട്? രേഖകൾ, അതുപോലെ തന്നെ ഇമെയിൽ, അതുപോലെ തന്നെ ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, അതുപോലെ തന്നെ പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയലും വിവരങ്ങൾ എന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. സെക്ഷൻ ഓർത്ത് വെച്ചോ. സെക്ഷൻ 2F PYQ ആണ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിൽ പോലും ചോദിച്ച സെക്ഷനാണ് സെക്ഷൻ 2F. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോവാം. പബ്ലിക് അതോറിറ്റി, പൊതു അധികാരി എന്നതിന് നൽകിയിരിക്കുന്ന നിർവചനം എന്താണ്? ഭരണഘടന പ്രകാരവും പാർലമെന്റ് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലാ അധികാര സ്ഥാപനങ്ങളും, സംസ്ഥാന നിയമസഭകളുടെ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അധികാര സ്ഥാപനങ്ങൾ, ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതും സാമ്പത്തിക സഹായം ലഭിക്കുന്നതുമായ സ്ഥാപനങ്ങൾ. ഓക്കെ അല്ലേ? അതാണ് പൊതു അധികാരി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് പോവാം. വിവരാവകാശ നിയമത്തിലെ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സെക്ഷനല്ല? സെക്ഷൻ 8(1) PYQ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമത്തിലെ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന്? സെക്ഷൻ 8(1) ആണ്. സെക്ഷൻ 8(1) ആണ്. ഏതൊക്കെയാണോ ആ വിവരങ്ങൾ നോക്കുക അല്ലേ? ഒഴിവാക്കപ്പെട്ടുള്ള വിവരങ്ങൾ, രാജ്യസുരക്ഷ, അഖണ്ഡത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ, വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ, ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനും അപകടമാകുന്നതോ നിയമപാലകർക്ക് രഹസ്യമായി നൽകുന്ന വിവരങ്ങളോ, ഇതൊക്കെ സെക്ഷൻ 8(1) പ്രകാരം വെളിപ്പെടുത്താൻ പറ്റാത്ത വെളിപ്പെടുത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുള്ള വിവരങ്ങളാണ്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒരു വ്യക്തിക്ക് അയാളുടെ വിശ്വസ്ത ബന്ധത്തിൽ ലഭ്യമായ വിവരം വിശാലമായ പൊതു താല്പര്യത്തിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടതില്ല. ആ പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി വരും, ശ്രദ്ധിക്കണം.
RTA സെക്ഷൻ 9 എന്തുമായി ബന്ധപ്പെട്ടതാ? പകർപ്പവകാശ സംബന്ധമായതാണ് സെക്ഷൻ 9. ഇപ്പം നമ്മൾ ഏതൊക്കെ സെക്ഷൻസ് പഠിച്ചു? സെക്ഷൻ 2F പഠിച്ചു, എന്താണ്? വിവരവുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 8.1 പഠിച്ചു. 8.1 എന്താ? വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടത്. ഇപ്പതാ സെക്ഷൻ 9 പഠിക്കുന്നു, പകർപ്പവകാശ സംബന്ധമായത്. സെക്ഷൻ 9 പ്രകാരം വിവരം നിരസിക്കുന്നത് ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കപ്പെടുന്ന വിവരം നൽകേണ്ടതില്ല എന്നാണ് കേട്ടോ. സെക്ഷൻ 9 പ്രകാരം വിവരം നിരസിക്കുന്നപ്പോഴാണ് ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കപ്പെടുന്നില്ല, ഒരു വിവരം നൽകേണ്ടതില്ല അല്ലെ, അവകാശം ലംഘിക്കപ്പെടുന്ന ഒരു വിവരം നൽകേണ്ടതില്ല. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ട ഒരേ ഒരു വിവരം പകർപ്പവകാശവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഈ സംരക്ഷണം സർക്കാരിന് പകർപ്പവകാശത്തിന് ലഭിക്കുകയുമില്ല. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി വരും. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. RTA ആക്ട് സെക്ഷൻ 11 എന്തുമായി ബന്ധപ്പെട്ടതാ? മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 2F വിവരം. സെക്ഷൻ 8.1 എന്താണ്? വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. സെക്ഷൻ 9 പകർപ്പവകാശ സംബന്ധമായത്. ഇപ്പൊ സെക്ഷൻ 11 നമ്മൾ പഠിക്കുന്നു, മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ഒന്നാം കക്ഷി അപേക്ഷകനും രണ്ടാം കക്ഷി എന്ന് പറയുന്നത് ആരാ? അപേക്ഷകനിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഒന്നാം കക്ഷി എന്ന് പറയുന്നത് അപേക്ഷകൻ, രണ്ടാം കക്ഷി എന്ന് പറയുന്നത് അപേക്ഷകനിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. മൂന്നാം കക്ഷി എന്ന് പറയുന്നത് അപേക്ഷകൻ അല്ലാത്ത മറ്റൊരു വ്യക്തിയോ പൊതു അധികാരിയോ ആകാം. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം തേടിക്കൊണ്ട് ഒരു അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ചാൽ അത് മൂന്നാം കക്ഷിയെ അറിയിക്കേണ്ടത് 5 ദിവസത്തിനകം. 5 ദിവസത്തിനകം അറിയിക്കണം ഈ വിവരം. എന്ത് വിവരം? മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം തേടിക്കൊണ്ട് ഒരു അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ചാൽ അത് മൂന്നാം കക്ഷിയെ അറിയിക്കേണ്ടത് 5 ദിവസത്തിനകമാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. RTA ആക്ട് സെക്ഷൻ 11 പ്രകാരം താനുമായി ബന്ധപ്പെട്ട രഹസ്യവിവരം നൽകുന്നതിന് മൂന്നാം കക്ഷിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ബോധിപ്പിക്കേണ്ടത് 10 ദിവസത്തിനകം. നേരത്തെ ഒരു 5 ദിവസം പഠിച്ചു, ഇപ്പോൾ ഒരു 10 ദിവസം പഠിച്ചു. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത പോയിന്റിലേക്ക് പോവാം. പൊതു താല്പര്യ സംരക്ഷണാർത്ഥം പ്രകാരമുള്ള വിവരമാണെങ്കിൽ മൂന്നാം കക്ഷിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ പോലും വിവരം അപേക്ഷകനായി കൈമാറാം. സ്റ്റേറ്റ്മെന്റായിട്ട് കയറി വരും ഈ പോയിന്റുകളൊക്കെ. എന്നാൽ ഒരു തീരുമാനത്തിനെതിരെ അപ്പീൽ പോകാൻ മൂന്നാം കക്ഷിക്ക് അവകാശമുണ്ടെന്ന് രേഖാമൂലം അറിയിക്കണം. തുടർന്ന് വരാവുന്ന അപ്പീൽ നടപടിക്ക് വിധേയമായി മാത്രം അപേക്ഷകനെ വിവരം നൽകുക. ഓക്കെ. ദേശീയ വിവരാവകാശ നിയമത്തിലെ ഏത് അധ്യായത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അധ്യായം 3. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മുൻപ് പറഞ്ഞു 6 അധ്യായങ്ങളുണ്ട്. അതിൽ 3ാമത്തെ അധ്യായത്തിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇപ്പം നമ്മളിതിൽ പഠിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുകയാണ്. അതിൽ അധ്യായം ഏതാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട അധ്യായമാണ് 3. അധ്യായം 3. അധ്യായം 3 12 മുതൽ 14 വരെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 12 മുതൽ 14 വരെ. അധ്യായം 3 12 മുതൽ 14 വരെ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനിലാണ്, ന്യൂഡൽഹി. ഓക്കെ അല്ലേ? CIC ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷനും കൂടാതെ 11 കമ്മീഷണർ വരെ ആകാം. കമ്മീഷണർ വരെ ആകാം എന്നാണ് പറയുന്നത്. ഇത്ര വേണം നിർബന്ധമില്ല. അപ്പോൾ 11 പേര്, അതായത് 1 + 10 കമ്മീഷണർമാരും ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷനും. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്. വിവരാവകാശ കമ്മീഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്. ഓക്കെ. വിവരാവകാശ കമ്മീഷൻ എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോകാം. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ. PYQ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാമിന് ചോദിച്ച ചോദ്യം ഇവിടെ നിന്നായിരുന്നു. ഏതാ നോക്കാം നമുക്ക്. ആ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ നോക്കാം. 1 പ്രധാനമന്ത്രി, പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, പിന്നെ ലോകസഭ പ്രതിപക്ഷ നേതാവ്. ഈ സമിതിയിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. ഇതിൽ അംഗമായിരിക്കുന്ന പ്രധാനമന്ത്രി തന്നെയാണ് അധ്യക്ഷൻ. മൊത്തം 3 പേരാണ്, ഓർക്കണം, മാറിപ്പോകരുത്. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതാരാ? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതാരാ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം അത്. ഓക്കെ.
അതായത് ഒരു 60 വയസ്സുള്ള വ്യക്തിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ് ആയി കയറുകയാണെങ്കിൽ അയാൾ 63-ാം വയസ്സിൽ ഇറങ്ങണം. ഇനി 63 വയസ്സുള്ള ഒരു വ്യക്തിയാണ് കയറുന്നത് വെച്ചാൽ അയാൾ 65-ാം വയസ്സിൽ ഇറങ്ങണം. കാരണം 65-ന്റെ മേലേക്ക് പോകാൻ പാടില്ല. 2 വർഷം അയാൾക്ക് സർവീസ് ലഭിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ 2019 ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്നു. അതിൽ പ്രകാരം നിലവിൽ അത് 3 വർഷം വരെ അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഏതാണോ ആദ്യം അതുവരെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം കേട്ടോ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും വീണ്ടും തൽസ്ഥാനത്ത് നിയമിക്കപ്പെടാൻ യോഗ്യരല്ല. അടുത്ത പോയിന്റ്, വിവരാവകാശ കമ്മീഷണർമാർക്ക് കേന്ദ്രത്തിലെയോ സംസ്ഥാനത്തിലെയോ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകാൻ യോഗ്യതയുണ്ട്. ഇതൊക്കെ ഒന്നും കൂടി വായിച്ചു നോക്കണം. ഈ പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി വരും. ഞാനിപ്പോൾ വെറുതെ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വായിച്ചു പോവുക കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവർ കാലാവധിക്ക് ശേഷം കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ മറ്റ് പദ്ധതികൾ വഹിക്കുന്നതിന് തടസ്സമില്ല. പിന്നെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഓക്കെ, നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യുന്ന രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിക്ക് മുമ്പിലാണ്. ഓക്കെ, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അതിനുള്ള കാരണങ്ങൾ പറയുന്നത് കാര്യപ്രാപ്തിയില്ലായ്മ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന് കാര്യപ്രാപ്തിയില്ലായ്മ 1. അതുപോലെ തന്നെ ശാരീരികമായോ മാനസികമായുള്ള ആരോഗ്യക്കുറവ് 2ാമത്തെ കേസ്. അതുപോലെ തന്നെ എന്നിവയുടെ അടിസ്ഥാനത്തിലോ പേരുമാറ്റ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലോ സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം, അതായത് രാഷ്ട്രപതിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം മാത്രമാണ് രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന് നീക്കം ചെയ്യണമെങ്കിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം മാത്രമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, അല്ലാതെ രാഷ്ട്രപതിക്കൊന്നുമല്ല, കേന്ദ്ര ഗവൺമെന്റിനെയാണ്. കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ട് പാർലമെന്റിന് കൈമാറും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അദ്ദേഹം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 4. ഓക്കെ, ഏത് സെക്ഷൻ 15 മുതൽ 17 വരെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഏതായിരുന്നു? അധ്യായം 3 സെക്ഷൻ 12 മുതൽ 14 വരെയും. ഓക്കെ, രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 2005 ഡിസംബർ 19. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ ഉൾപ്പെടെ പരമാവധി അംഗങ്ങൾ എത്ര? 11. കേന്ദ്രവും സെയിമാണ് 11. സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവർ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുക. കേന്ദ്രത്തിന്റെ കേസിൽ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്തിന്റെ കേസിൽ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാ? മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയിലെ അംഗം, പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ആയിരിക്കും ഇതിന്റെ അധ്യക്ഷൻ. 3 പേരടങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയിലെ അംഗം, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ആയിരിക്കും ഇതിന്റെ അധ്യക്ഷൻ. കേന്ദ്രത്തിന്റെ കേസിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയല്ല, ക്യാബിനറ്റ് മന്ത്രി. ഓക്കെ, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി, പിന്നെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഈ 3 പേരാണ് കേന്ദ്രത്തിന്റെ കേസിൽ. സംസ്ഥാനത്തിന്റെ കേസിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയിലെ അംഗം, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇതിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കേന്ദ്രത്തിന്റെ കേസിൽ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഓക്കെ അല്ലടാ? ഓക്കെ, ഇനി കാലാവധി സെയിമാണ്, 3 വർഷം 65 വയസ്സ്. കേന്ദ്രത്തിന്റെ കേസിലും സംസ്ഥാനത്തിന്റെ കേസിലും കാലാവധി സെയിമാണ്. നീക്കം ചെയ്യുന്ന അധികാരമുള്ളത് ഗവർണർക്ക്. നിയമിക്കാൻ അധികാരം ഗവർണർക്കാണ് സംസ്ഥാനത്തിന്റെ കേസിൽ. അതുപോലെ തന്നെ നീക്കം ചെയ്യാനുള്ള അധികാരവും ഗവർണർക്കാണ്. സത്യപ്രതിജ്ഞ ആരുടെ മുമ്പിലായിരിക്കും? ഗവർണറിന്റെ മുമ്പിലായിരിക്കും. ഓക്കെ, വാർഷിക റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ കേസിൽ കേന്ദ്ര ഗവൺമെന്റിനെയാണ്. എന്നാൽ സംസ്ഥാനത്തിന്റെ കേസിൽ ആർക്കായിരിക്കും? സംസ്ഥാന ഗവൺമെന്റിന്. അടുത്ത പോയിന്റിലേക്ക് പോകാം. 2005 വിവരാവകാശ നിയമം പ്രകാരം വിവരാവകാശ കമ്മീഷനെയും പൗരനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് PIO, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ് അതിന്റെ ഫുൾ നെയിം. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലുള്ള അതാത് ഓഫീസുകളിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരിക്കും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശവുമായി ബന്ധപ്പെട്ട അപേക്ഷ പൗരൻ സമർപ്പിക്കുന്നത് ആർക്ക് മുമ്പിലാണ്? ഇദ്ദേഹത്തിന് മുമ്പിൽ. ഇദ്ദേഹം എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മുമ്പിലാണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ട അപേക്ഷ പൗരൻ സമർപ്പിക്കുന്നത്. ഓക്കെ അല്ല? ഓക്കെ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അഭാവത്തിൽ ഈ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അതായത് PIO ഇല്ലെങ്കിൽ ആര് നോക്കും? APIO നോക്കും. ഓക്കെ അല്ലേ? സെറ്റല്ലേ?
PIO, APIO അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നത് പ്രത്യേക തസ്തികയല്ല, മറിച്ച് ഉദ്യോഗസ്ഥരുടെ അധിക ചുമതലയാണ്. അതിനായിട്ടൊരു പോസ്റ്റ് ഇല്ല, അത് അവിടെയുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ ചുമതലയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഫീസ് നൽകേണ്ട തുക 10 രൂപ. 10 രൂപയാണ് നമുക്കൊരു വിവരം ലഭിക്കാൻ വേണ്ടി വിവരാവകാശ നിയമപ്രകാരം നമ്മൾ വിവരം ലഭിക്കാൻ വേണ്ടി അപേക്ഷ ഫീസായിട്ട് കൊടുക്കേണ്ടത് വെറും 10 രൂപയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ PYQ ആണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ഫീസ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം BPL വിഭാഗത്തിൽപ്പെട്ടവർ. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷ ഫീസ് ഇല്ല, 10 രൂപ പോലും ഇല്ല. ഓക്കെ, പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിങ്ങനെയുള്ള തരംതിരിവുകൾ ഇവിടെ പറയുന്നില്ല. പൊതുവായി BPL വിഭാഗം എന്നാണ് പ്രതിപാദിക്കുന്നത്. നിയമത്തിൽ എങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ മറുപടി ലഭിക്കേണ്ട ദിവസം 30 ദിവസം. ഓക്കെ അല്ലേ? നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. നമ്മളൊരു വിവരം കിട്ടാൻ വേണ്ടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്തു. അതിന് മറുപടി നമുക്ക് ലഭിക്കേണ്ടത് 30 ദിവസത്തിന് ശേഷമാണ്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപേക്ഷയ്ക്ക് മറുപടി നൽകേണ്ട സമയപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 7 സെക്ഷൻ 7 ഓക്കെ അല്ല? സെക്ഷൻ 7 ഇനി അടുത്തത്, നിയമപ്രകാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയാൽ മറുപടി ലഭിക്കേണ്ട കാലാവധി എത്രയാണ്? 35 ദിവസം. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ കിട്ടും. അതിൻ്റെ പകരം നമ്മൾ കൊടുക്കുന്നത് APIO ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 35 ദിവസത്തിന് ശേഷമായിരിക്കും. ഓക്കെ, 35 ദിവസത്തിനുള്ളിൽ. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ ദോഷം സംഭവിക്കാത്തക്ക വിധത്തിലുള്ള അടിയന്തര സ്വഭാവത്തോടു കൂടിയ അപേക്ഷമേൽ മറുപടി ലഭിക്കുന്നതിന് വേണ്ട സമയം എത്രയാണ്? 48 മണിക്കൂർ മാത്രം. ഓക്കെ, PYQ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ചുരുക്കി ഒന്ന് പറയാം. PIO ആണെങ്കിൽ 30 ദിവസം, APIO ആണെങ്കിൽ 35 ദിവസം, ജീവനോ സ്വത്തിനോ ബാധിക്കുന്ന സംഭവമാണെങ്കിൽ 48 മണിക്കൂർ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കേണ്ട ദിവസം കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കുന്ന പിഴ 250 രൂപ. അതായത് നമ്മളിപ്പോൾ 30 ദിവസം പറഞ്ഞു, ഒരു PIOയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ കിട്ടണം. ആ 30 ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഓരോ ദിവസത്തിനും 250 രൂപ വെച്ച് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പിഴ ചുമത്താൻ പറ്റും. ഓക്കെ, പിഴ ചുമത്തും ഓരോ ദിവസവും 250 രൂപ വെച്ചിട്ട്. അങ്ങനെ എത്ര 250, അതായത് ഇപ്പോൾ 4 ദിവസമാണെങ്കിൽ 1000. ഓക്കെ, അങ്ങനെ മനസ്സിലായില്ലേ? 4 ദിവസമാണെങ്കിൽ 1000 രൂപ പിഴ കിട്ടും, 8 ദിവസമാണെങ്കിൽ 2000 രൂപ. അങ്ങനെ 25,000 രൂപ വരെ പരമാവധി പിഴ ചുമത്താൻ പറ്റും. അതാണ് നിയമത്തിൽ പറയുന്നത്. ഇത് പറയുന്നത് ഏത് സെക്ഷനിൽ അറിയോ? അധ്യായം 5 സെക്ഷൻ 20 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് നോക്കാം. 2005 വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി മേൽ പരാതി ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം 1-ാം അപ്പീൽ നൽകാം? 30 ദിവസത്തിനകം 1-ാം അപ്പീൽ നൽകാം. ഇതൊക്കെ ഒന്നുകൂടി വായിക്കണം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ വായിക്കണം, ഒന്നുകൂടി കേട്ട് നോക്കണം, ഒന്നുകൂടി വായിക്കുകയും ചെയ്യാം. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം മറുപടി മേൽ തൃപ്തിക്കുറവ് പരാതി ഉണ്ടെങ്കിൽ പൗരനെ അതിന്മേൽ 1-ാം അപ്പീലും അതിനും തൃപ്തനല്ലെങ്കിൽ 2-ാം അപ്പീലും എന്നിങ്ങനെ നൽകാൻ കഴിയുന്ന ത്രിതല അപ്പീൽ സംവിധാനം ലഭ്യമാക്കുന്നു. 1-ാം അപ്പീൽ പ്രകാരമുള്ള പരാതി കൈകാര്യം ചെയ്യേണ്ടത് PIOയേക്കാളും ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 19(1) 1-ാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മൾ കുറേ സെക്ഷൻസ് ഇപ്പോൾ പറഞ്ഞു, നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ. സെക്ഷൻ 2F എന്തായിരുന്നു? വിവരവുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 8(1) എന്തായിരുന്നു? വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി സെക്ഷൻ 9 എന്തായിരുന്നു? പകർപ്പവകാശ സംബന്ധമായത്. സെക്ഷൻ 11 പഠിച്ചു, 3-ാം കക്ഷിയുമായി ബന്ധപ്പെട്ടത്. പിന്നെ സെക്ഷൻ 12 മുതൽ 14 വരെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. സെക്ഷൻ 15 മുതൽ 17 വരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. പിന്നെ ഇപ്പോൾ പഠിച്ചു 19(1) പഠിച്ചു. 19(1) എന്താ? 1-ാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. വിവരാവകാശ മറുപടിയിൽ മേലുള്ള 1-ാം അപ്പീൽ സ്വീകരിച്ച് സാധാരണഗതിയിൽ എത്ര ദിവസത്തിനകം ബന്ധപ്പെട്ട അധികാരി മറുപടി നൽകണം? 30 ദിവസത്തിനകം. ഓക്കെ, സാധാരണഗതിയിൽ 30 ദിവസത്തിനകം ഒഴിവാക്കൽ പറ്റാത്ത സാഹചര്യത്തിൽ പരമാവധി 45 ദിവസങ്ങൾക്കുള്ളിലോ അപ്പീൽ തീർപ്പാക്കണം. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം പ്രകാരം ഉള്ള മറുപടിയിലും 1-ാം അപ്പീൽ പ്രകാരമുള്ള മറുപടിയിലും പൗരൻ തൃപ്തനല്ലെങ്കിൽ 2-ാം അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനകം? 90 ദിവസം. ഓക്കെ, വിവരാവകാശ കമ്മീഷൻ മുമ്പാകെയാണ് 2-ാം അപ്പീൽ നൽകേണ്ടത്. ഈ അപ്പീലുകൾക്ക് ഫീസ് ഉണ്ടോ? ഫീസ് ഇല്ല. എന്നാൽ ഹൈക്കോടതി, മറ്റു കോടതികൾ എന്നിവിടങ്ങളിൽ അപ്പീൽ ഫീസ് ഉണ്ട്, 50 രൂപയാണ്.
രണ്ടാം അപ്പീൽമേൽ വിവരാവകാശ കമ്മീഷന്റെ തീരുമാനം അന്തിമമായിരിക്കും. ഏത് സാഹചര്യത്തിലാണ് പൗരനെ വിവരാവകാശ കമ്മീഷൻ നേരിട്ട് സമീപിക്കാവുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ, ശരിക്കും എങ്ങനെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ഒരു വിവരം ലഭിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. പക്ഷേ നേരിട്ട് ചില സാഹചര്യത്തിൽ നേരിട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ആ കേസുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. അതിലൊന്ന്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അഭാവം കൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴും PIO അപേക്ഷ സ്വീകരിക്കാതെ വരുമ്പോഴും ഒരു കേസ്. അതുപോലെ തന്നെ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ വിവരം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ രണ്ടാമത്തെ കേസ്. അപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ നൽകുമ്പോൾ, അതുപോലെ തന്നെ അമിതമായ ഫീസ് ആവശ്യപ്പെടുമ്പോൾ. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് വായിച്ചു വിട്ടാൽ മതി, മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, രാജ്യത്തെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് അബീബുള്ള. സെറ്റാണ്. ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു. 4ാമത്തായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ നിലവിൽ കേന്ദ്രത്തിൻ്റെ വിവരാവകാശ കമ്മീഷൻ രാജ്കുമാർ ഗോയലാണ്. 2025 ഡിസംബർ 15 ഇദ്ദേഹം വന്നത്. അതുപോലെ തന്നെ നിലവിൽ കേരള വിവരാവകാശ കമ്മീഷൻ വി ഹരിനായർ. വിവരാവകാശം വി ഹരിനായർ. ഓക്കെ, സെറ്റല്ലേ? സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത മൊഡ്യൂളായിട്ടുള്ള NTPS ആക്ട് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, NTPS ആക്ടിൽ വധശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഏതാണ് വകുപ്പ്? വധശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി 31A ആണ് വധശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. രണ്ടാമത്തെ ചോദ്യം, അനധികൃത ലഹരിക്കടത്തിന് സാമ്പത്തിക സഹായം നൽകുകയോ കുറ്റവാളികൾക്ക് അഭയം നൽകുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്യുന്നതിനെതിരെയുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന NTPS വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി 27A ആണ് അല്ലേ? മൂന്നാമത്തെ ചോദ്യം, കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന NTPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ 31 ആണ് അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു 31A എന്താണ്? വധശിക്ഷ അല്ലെ? വധശിക്ഷയായിട്ട് വരും. എന്താണ്? കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിന് ഉണ്ടാകുന്ന ശിക്ഷയായിട്ട് വധശിക്ഷ കൊടുക്കുന്നത് 31A ഓർത്ത് വെക്കണം. നാലാമത്തെ ചോദ്യം, NTPS ആക്ട് പ്രകാരം ലഹരിക്കടിമപ്പെട്ടു ചികിത്സയിലുള്ള വ്യക്തിയെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ആനുകൂല്യം ലഭിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 64A ആണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തതിൽ NTPS നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള പ്രദേശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതെങ്കിലും പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. NTPS ആക്ട് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. അതുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സംസ്ഥാനവും NTPS ആക്ട് നിന്നിട്ട് ഒഴിവാക്കിയിട്ടില്ല. ആറാമത്തെ ചോദ്യം, NTPS ആക്ടിൽ കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിനുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി വകുപ്പ് 20 ആണ്. ഓപ്ഷൻ ബി വകുപ്പ് 20 ആണ്. വകുപ്പ് 20 ആണ് NTPS ആക്ടിൽ കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിനുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വകുപ്പ് 20 ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അതായത് NTPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും കഞ്ചാവ് ചെടി വളർത്തിയാൽ ശിക്ഷ ഉണ്ട്. എത്ര അറിയോ? 10 വർഷം അല്ലേ? 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും ലഭിക്കും. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ കൈവശം വെച്ചാലും ഉണ്ട് ശിക്ഷ. ഓക്കെ, കൈവശം വെച്ചാൽ എങ്ങനെ? കൈവശം വെക്കുന്നത് ക്വാണ്ടിറ്റിനനുസരിച്ച് ശിക്ഷ മാറും. അതായത് 3 കാറ്റഗറിയിലാണ് ക്വാണ്ടിറ്റി വരുന്നത്. ഒന്ന് സ്മോൾ ക്വാണ്ടിറ്റി, ഒന്ന് മീഡിയം ക്വാണ്ടിറ്റി, ഒന്ന് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, വാണിജ്യപരമായിട്ടുള്ള ക്വാണ്ടിറ്റി. അങ്ങനെ 3 ക്വാണ്ടിറ്റിയിലാണ്
കൈവശം വെച്ചാൽ ഉണ്ടാവുന്ന ശിക്ഷയിൽ മാറ്റം വരുന്നത്. ഈ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാമിൻ്റെ ഉള്ളിലാണ്? 1 കിലോഗ്രാമിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് സ്മോൾ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെയാണെങ്കിൽ അത് മീഡിയം ക്വാണ്ടിറ്റിയാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ 20 കിലോഗ്രാമിൻ്റെ മുകളിലാണെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഓർത്ത് വെച്ചോ. ഇനി സ്മോൾ ക്വാണ്ടിറ്റിയുടെ ശിക്ഷ എന്താണ്? 1 വർഷം വരെ ആകാവുന്ന കഠിന തടവും അല്ലെങ്കിൽ 10,000 രൂപയും ശിക്ഷയായിട്ട് ലഭിക്കുക. ഓക്കെ അല്ല? എന്നാൽ മീഡിയം എന്ന് പറയുന്നത് 1 കിലോഗ്രാമിനും 20 കിലോഗ്രാമിനും ഇടയിലാണ് കൈവശം വയ്ക്കുന്നതെങ്കിൽ അതിൽ ശിക്ഷ കിട്ടുന്നത് 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും അല്ലെങ്കിൽ 1 ലക്ഷം വരെ ആകാവുന്ന പിഴയും. ഓക്കെ അല്ലേ? എന്നാൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാണിജ്യപരമായ ക്വാണ്ടിറ്റി ആണെങ്കിൽ എത്രയാണ്? 10 വർഷത്തിൽ കൂടുതലും എന്നാൽ 20 വർഷത്തിൻ്റെ ഇടയിലും. മനസ്സിലായോ? 10 വർഷം മുതൽ 20 വർഷത്തിൻ്റെ ഇടയിലുള്ള ഒരു ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പിഴയായിട്ട് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയും ഇതിൻ്റെ ഇടയിലായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ കഞ്ചാവ് ചെടി എന്നിവ കൈവശം വെച്ചാൽ 3 കാറ്റഗറി ആയിട്ടാണ് ശിക്ഷ വരുന്നത്. സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. ചോദ്യം ഒന്നെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി തരും 15 കിലോഗ്രാം. 15 കിലോഗ്രാം ആണെങ്കിൽ എത്രയാണ്? ഏതിൻ്റെ ഇടയിലാണ്? മീഡിയം ക്വാണ്ടിറ്റിയാണ്. 500 ഗ്രാം ആണെങ്കിലോ അത് സ്മോൾ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 200-ഉം 10-ൻ്റെയും ഇടയിൽ, 200-ന് മുകളിലാണെങ്കിൽ ഇത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. 30 കിലോഗ്രാം കൈവശം വെച്ചാൽ ഏത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ വരും? 10 മുതൽ 20 വർഷം വരെ തടവ് കിട്ടും. അതുപോലെ തന്നെ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ പിഴയും ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം. NTPS ആക്ട് 50 പ്രകാരം ദേഹപരിശോധന നടത്തി കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനകം മേൽ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകണം? എത്ര മണിക്കൂറിന് അപ്പുറം മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകണം? ഓപ്ഷൻ ഡി 72 അവറിലെ. പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് 2 പോയിന്റ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് പഠിക്കാനുണ്ട്. 50-ലാണ് ദേഹപരിശോധന. ഈ 50-ൽ 6-ലാണ് 72 മണിക്കൂർ കൊണ്ട് മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകണം എന്ന് പറയുന്നത് 56-ലാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 54. 54 എന്താ? 54 എന്ന് പറയുന്നത് ഒരു സ്ത്രീ അല്ലാത്ത മറ്റാരും തന്നെ ഒരു സ്ത്രീയുടെ ദേഹപരിശോധന നടത്തരുത് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് ഏതിലാണ്? സ്ത്രീക്ക് സ്ത്രീ തന്നെ വേണം. ഓക്കെ, സ്ത്രീക്ക് സ്ത്രീ തന്നെ വേണം എന്ന് പറയുന്നത് 54-ലാണ് ദേഹപരിശോധന സമയത്ത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. NTPS ആക്ട് നിലവിൽ വന്ന വർഷം എല്ലാവർക്കും അറിയാം അല്ലേ? 1985-ലാണ്. 1985-ലാണ് NTPS ആക്ട് നിലവിൽ വന്നത്. NTPS ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട് ടോട്ടൽ? എത്ര ഉണ്ട് ടോട്ടൽ എത്ര സെക്ഷൻസ് ഉണ്ട്? ടോട്ടൽ 83 സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എത്ര ചാപ്റ്റർ ഉണ്ട്? 6 ചാപ്റ്റർ. എത്ര പട്ടിക ഉണ്ട്? ഒറ്റ പട്ടിക. ഓക്കെ അല്ലേ? 83 സെക്ഷൻ, 6 ചാപ്റ്റർ, ഒറ്റ പട്ടിക. NTPS ആക്ട് നിലവിൽ വന്നത് 1985. അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം. NTPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ കേരളം മാത്രമാണോ? ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ മാത്രമാണോ? ശരി അല്ലേ? ബി ആണ് ആൻസർ. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളാണ് അല്ലേ? ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലാണ് 1985-ലെ NTPS ആക്ട് ബാധകമായിട്ടുള്ളത്. 10ാമത്തെ ചോദ്യം. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NTPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി അല്ലേ? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NTPS ആക്ട് 1985 പ്രകാരം ലഭിക്കുന്നത് 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഇതിൽ പിന്നെ പഠിക്കാനുള്ളത്, ഇത് കഞ്ചാവ് ചെടീൻ്റെ കേസാണ്. നമുക്ക് കഞ്ചാവ് ചെടീൻ്റെ കേസാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏത് സെക്ഷനാണ്? കഞ്ചാവ് ചെടീനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 20 പ്രകാരമാണ് അതിൻ്റെ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ കറുപ്പുണ്ട്. കറുപ്പിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? കറുപ്പാണെങ്കിൽ അത് 18C ആണ്. 18C-യിലാണ് കറുപ്പ്. എന്നാൽ കൊക്കച്ചെടിയാണെങ്കിൽ അത് ഏതാണ്?
സെക്ഷൻ 16 കഞ്ചാവാണെങ്കിൽ സെക്ഷൻ 20, കറുപ്പാണെങ്കിൽ 18C ആണ്, കൊക്കച്ചെടി ആണെങ്കിൽ സെക്ഷൻ 16 ഓർത്ത് വെക്കണം. 11ാമത്തെ ചോദ്യം, 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, ഏതാണ്? ഓപ്ഷൻ സി 20 പ്രകാരം അല്ലേ. ഈ 15 കിലോഗ്രാം പറയുമ്പോൾ ഏതിൽ വരും? 15 കിലോഗ്രാം പറയുന്നത് ഏതിൽ വരും? 15 കിലോഗ്രാം പറയുമ്പോൾ ഏതിൽ വരും? നമ്മുടെ മീഡിയം ക്വാണ്ടിറ്റിയിലാണ് വരിക അല്ലേ. മീഡിയം ക്വാണ്ടിറ്റിയിലാണ് 15 കിലോഗ്രാം ഉൾപ്പെടുന്നത്. 15 കിലോഗ്രാം മീഡിയം ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുന്നു. മീഡിയം ക്വാണ്ടിറ്റി എത്ര മുതലാണ്? 10 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെയാണ് മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ശിക്ഷ എന്തായിരുന്നു? 10 വർഷം വരെ ആകാവുന്ന തടവും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ ആവുന്ന പൈസയും അല്ലേ, രൂപയും. 12ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1985. ഈ വർഷം തന്നെയല്ലേ NDPS ആക്ട് നിലവിൽ വന്നത്? NDPS ആക്ട് നിലവിൽ വന്നത് 1985 1985. എത്ര സെക്ഷൻസ് ഉണ്ട് NDPS ആക്ടിൽ? എത്ര സെക്ഷൻസ് ഉണ്ട്? ടോട്ടലി 83 സെക്ഷൻസ് ആണ് ഉള്ളത്. എത്ര ചാപ്റ്റർ ഉണ്ട്? 6 ചാപ്റ്റർ ഉണ്ട്. എത്ര പട്ടിക ഉണ്ട്? ഒരു പട്ടികയുണ്ട്. ഓക്കെ അല്ല. 13ാമത്തെ ചോദ്യം, കഞ്ചാവ് ചെടി, കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതാണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഓപ്ഷൻ സി 20. സസ്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ഡ്രഗ്സ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സസ്യങ്ങളിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രകൃതിദത്ത വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് അല്ലേ. 15ാമത്തെ ചോദ്യം നോക്കാം. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന സെക്ഷൻ ഏതാണ്? സൈക്കോട്രോപിക് പദാർത്ഥങ്ങളായിരിക്കുമ്പോൾ? ഓപ്ഷൻ സി 22 അല്ലേ. ഓപ്ഷൻ സി 22. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് കഞ്ചാവിന്റെ കേസിൽ പറഞ്ഞ പോലെ സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി സൈക്കോട്രോപിക്കിന്റെ കേസിലും വരുന്നുണ്ട്. ശരിയല്ലടാ. അപ്പൊ സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ ശിക്ഷ ഉണ്ടായിരിക്കും, വേറെ ശിക്ഷയായിരിക്കും. മീഡിയം ആണെങ്കിൽ വേറെ ശിക്ഷയായിരിക്കും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആണെങ്കിൽ വേറെ ശിക്ഷയായിരിക്കും. പഠിക്കുകയല്ലേ ഏതൊക്കെ ശിക്ഷ എന്ന്. ഓക്കെ. ചെറിയ അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 വർഷം വരെ ആകാവുന്ന ശിക്ഷയാണ്. 1 വർഷം വരെ ആകാവുന്ന കഠിന തടവും അല്ലെങ്കിൽ 10,000 രൂപയും. 10,000 രൂപ അല്ലെങ്കിൽ രണ്ടും കൂടിയും. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ രണ്ടും കൂടിയും. 1 വർഷം വരെ ആകാവുന്ന കഠിന തടവോ അല്ലെങ്കിൽ 10,000 രൂപയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും. ഓക്കെ. ഇനി മീഡിയം ആണെങ്കിലോ? മീഡിയം അളവിലാണ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ശിക്ഷ എന്തായിരിക്കും? 10 വർഷം വരെ ആകാവുന്ന 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും. ഓക്കെ അല്ലേ. ഇനി കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 വർഷം മുതൽ 20 വർഷം, 10 വർഷത്തിൽ കൂടുതലും 20 വർഷത്തിന് താഴെയുമുള്ള ഒരു കാലയളവായിരിക്കും തടവായിട്ട് ലഭിക്കുക, തുകയായിട്ട് ലഭിക്കുക അല്ലെങ്കിൽ പിഴയായിട്ട് ലഭിക്കുക 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ. ഓക്കെ അല്ലടാ. 2 ലക്ഷം രൂപ വരെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. 16ാമത്തെ ചോദ്യം നോക്കാം. ലൈസൻസ് ഇല്ലാതെ കറുപ്പ്, കഞ്ചാവ് അല്ലെങ്കിൽ കൊക്കച്ചെടികൾ കൃഷി ചെയ്താലുള്ള ശിക്ഷ നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. 10 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഇതിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? കറുപ്പിനും കഞ്ചാവിനും കൊക്കച്ചെടികൾക്കും ഓരോ സെക്ഷൻസ് ഒപ്പം പറഞ്ഞിട്ടുണ്ട്. കഞ്ചാവിന്റെ സെക്ഷൻ ഏതായിരുന്നു? കഞ്ചാവിന് സെക്ഷൻ 20. കറുപ്പിന് സെക്ഷൻ ഏതായിരുന്നു? 18C. ഓർക്കുന്നുണ്ടോ? 18C. കൊക്കച്ചെടിക്ക് ഏതായിരുന്നു? കൊക്കച്ചെടിക്ക് 16. സെക്ഷൻ 16 ആയിരുന്നു. 17ാമത്തെ ചോദ്യം, മയക്കുമരുന്ന്, അടിമകളുടെ തിരിച്ചറിയൽ, ചികിത്സ തുടങ്ങിയവയ്ക്കും മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുടെ വിതരണത്തിനും കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 71 പ്രകാരം അല്ലെ. സെക്ഷൻ 71 ആണ്. 18ാമത്തെ ചോദ്യം, NDPS നിയമത്തിലെ സെക്ഷൻ 50 ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് സെക്ഷൻ 50 ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ പഠിച്ച കാര്യമാണ് ദേഹപരിശോധന അല്ലേ. അതിൽ 2 പോയിന്റ് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. ഏതൊക്കെയായിരുന്നു 2 പോയിന്റ്?
അത് 50(6) അതുപോലെ തന്നെ 50(6) പഠിച്ചു. അതുപോലെ തന്നെ സെക്ഷൻ 50 6 പഠിച്ചു, 54 പഠിച്ചു. 56 എന്തായിരുന്നടാ? അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധന റിപ്പോർട്ട് പകർപ്പ് തന്റെ മേലുദ്യോഗസ്ഥന് 72 മണിക്കൂറിനുള്ളിൽ കൈമാറണം. അതായിരുന്നു 56. 54 എന്തായിരുന്നു? സ്ത്രീ തന്നെ പരിശോധന. ഓക്കെ, സ്ത്രീക്ക് സ്ത്രീ തന്നെ പരിശോധിക്കണം എന്ന് പറയുന്നതാണ് അല്ലെ. ദേഹപരിശോധന സ്ത്രീ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ 56 എന്ന് പറയുന്നത് 72 മണിക്കൂർ കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധനന്റെ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് കൈമാറണം. ഓക്കെടാ. സെക്ഷൻ 50 ദേഹപരിശോധന. 19ാമത്തെ ചോദ്യം, സെക്ഷൻ 50 പ്രകാരം സ്ത്രീയുടെ ദേഹപരിശോധന നടത്തേണ്ടത് ആര്? ചോദ്യം വന്ന് കണ്ടോ? നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമല്ലേ, സ്ത്രീന്റെ പരിശോധന ആര് നടത്തണം? സ്ത്രീ മാത്രം. ഓപ്ഷൻ സി, സ്ത്രീ മാത്രം. 20ാമത്തെ ക്വസ്റ്റ്യൻ, നർക്കോട്ടിക് എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? ഏത് ഭാഷയിൽ നിന്നാണ്? ഓപ്ഷൻ സി, ഗ്രീക്ക് ഭാഷയിൽ നിന്നിട്ടാണ് നർക്കോട്ടിക് എന്ന പദം ഉത്ഭവിച്ചത്. 21ാമത്തെ ചോദ്യം, NDPS ആക്ട് 1985 പ്രകാരം വ്യാവസായികമായ അളവിൽ അല്ലെങ്കിൽ വ്യാവസായിക അളവിൽ, അതായത് നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു അല്ലേ, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ മയക്കുമരുന്ന് കൈവശം വെച്ചാൽ ശിക്ഷ എന്തായിരിക്കും എന്നാ ചോദിച്ചത്. ഏതാണ്? കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്താണ്? 10 വർഷത്തിൽ കുറയാതെ 20 വർഷം വരെ തടവും 1 ലക്ഷത്തിൽ കുറയാതെ 2 ലക്ഷം വരെ പിഴയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി ആണ്. ഓക്കെ അല്ലടാ. 22ാമത്തെ ചോദ്യം, NDPS ആക്ട് പ്രകാരം ഏതെങ്കിലും അറസ്റ്റ് പിടിച്ചെടുക്കലും നടത്തുമ്പോൾ അറസ്റ്റിന്റെ പിടിച്ചെടുക്കലിന്റെയും റിപ്പോർട്ട് ഉടനടി ഉദ്യോഗസ്ഥ മേധാവിക്ക് ഡാഷിനുള്ളിൽ സമർപ്പിക്കണം. എത്ര സമയത്തിനുള്ളിൽ സമർപ്പിക്കണം എന്നാണ് ചോദ്യം. എത്രയാണ്? ഓപ്ഷൻ സി, 48 മണിക്കൂർ. NDPS ആക്ട് പ്രകാരം ഏതെങ്കിലും അറസ്റ്റ് പിടിച്ചെടുക്കലോ നടത്തുമ്പോൾ അറസ്റ്റിന്റെയോ പിടിച്ചെടുക്കലിന്റെയൊക്കെ റിപ്പോർട്ട് ഉടനടി ആർക്ക് കൊടുക്കണം? ഉദ്യോഗസ്ഥ മേധാവിക്ക് കൊടുക്കണം. എത്ര സമയത്തിനുള്ളിൽ? 48 മണിക്കൂറിനുള്ളിൽ. 23ാമത്തെ ചോദ്യം, NDPS നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹപരിശോധന നടത്തുന്നതിന് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എന്താണ് ഒന്നാമത്തെ പ്രസ്താവന? പോലീസ് വകുപ്പിന് ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. എക്സൈസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. റവന്യൂ വകുപ്പിലെ തഹസിൽദാർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. ഇതിൽ ഏതാണ് ശരിയായതെന്ന് ചോദിച്ചു അല്ലേ. ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നത്, അത് ശരിയാണോ? അത് തെറ്റാണ്. അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4. 1, 2, 4 എന്നിവ ശരി. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം.